കൊടുക്കുക എന്നിട്ട് ഞാനത് കൊടുക്കുന്നില്ല. പറഞ്ഞോളൂ, ഈ അമ്പലത്തിന്റെ ബലരാമ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നൊന്ന് പറഞ്ഞോളൂ. ഈ അമ്പലം നെമ്മിനി മലക്കാരനായിരുന്നു. അദ്ദേഹത്തിന് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന് പ്രായമായി. അദ്ദേഹത്തിന് കൊണ്ടു നടക്കാൻ വിഷമായി. പിന്നെ അവർ തറവാട്ട് വക അമ്പലമാണ്. അവകാശികൾ കുറേ ഉണ്ട്. അപ്പോൾ അവകാശികളെല്ലാം വിളിച്ച് ഒരു മീറ്റിംഗ് കൂടി. ഇത് ആർക്കെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വത്തും പണവും സ്വർണ്ണവും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആർക്കും ഇത് അത്ര കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ഈ അമ്പലം നശിച്ചു പോകരുത്, ദേവന് നേദ്യം വേണം, ദേവൻ്റെ പൂജ മുടങ്ങുന്നു. അതിൻ്റെ പേരിൽ ഗുരുവായൂർ ദേവസ്വത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാ സ്വത്തുക്കളും ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, എല്ലാം ഗുരുവായൂർ ദേവസ്വത്തിന് കൊടുത്തു. അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തിട്ട് ഗുരുവായൂർ ദേവസ്വം ഇപ്പോൾ ഇത് നടത്തുന്നത്. ഇന്നും അവരുടെ എണ്ണയാണ് ഇവിടെ കത്തുന്നത്. പൈസ കുറേ ഡിപ്പോസിറ്റ് എൻഡോമെൻറ്റ് പലിശ എടുത്തിട്ട് ദേവസ്വം എണ്ണ തരും. ആ മരിക്കുന്ന ആരെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് തൊഴാതിരിക്കില്ല. അത് അവിടെ നിന്നുള്ള ഒരു തിരുമേനിയായിരുന്നു ആദ്യം ഗുരുവായൂർ ശാന്തി. നെന്മേനി ഇല്ല അല്ലേ? നെന്മിനി ഇല്ല. പിന്നെ ഗുരുവായൂർ ശാന്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധത്തിന് പോകണം, ഒരാളും കിട്ടില്ല. അപ്പോൾ 7 വയസ്സായ ഒരു കുട്ടി അവിടെ ഏൽപ്പിച്ചു പോയി ഗുരുവായൂർ പൂജ ചെയ്തു. അപ്പോൾ ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അദ്ദേഹം ശ്രാദ്ധത്തിന് പോയി. ആ കുട്ടി ഭഗവാന് ചോറ് കൊടുത്തപ്പോൾ ഊണ് കഴിക്കില്ല. ഉപ്പുമാവ് വേണോ, തൈര് വേണോ, എല്ലാം വേണം. അവിടുന്ന് ഇതെല്ലാം കൊണ്ടുപോയി കംപ്ലീറ്റ് മുഴുവൻ കഴിച്ചു. അപ്പോൾ അവിടുത്തെ കഴകക്കാരൻ അദ്ദേഹത്തിന് ചോറുള്ള ഇങ്ങനെ കഴിക്കാറില്ല, ഈ ചോറില്ല, അങ്ങനെയാണ് പുതിയ കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, അച്ഛൻ വന്നപ്പോൾ ഇവരെ പറഞ്ഞു ഈ കുട്ടി പുറകേക്ക് ഇരിക്കുന്നത് പോയി ക്ലാസ്സിലേക്ക് പോയി ചോറില്ല. ഉള്ളി കഴിച്ചു. അച്ഛനും ദേഷ്യപ്പെട്ടു. ഉള്ളിയാടിക്കാൻ വഴി ഒരു അശരീരം ഞാൻ കഴിച്ചു. പിന്നെ കറിയുന്ന സന്തോഷം കഴിച്ചു. അങ്ങനെ അതിന് ഷാജിക്കാൻ കുഞ്ഞിനെ ഒരു കൗത്ത് ചെറുക്കിൻ്റെ അവിടെ പൂജ ചെയ്തു. അത് കുഞ്ഞിന് ഒരു കൗത്ത് നമസ്കരിച്ചു. പഴയക്കാരന് ബീഫ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ത്രികാല പൂജ, ചന്ദനം ചേർത്ത് ഭഗവാന്റെ പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസം, പിന്നെ കലപ്പ. അത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഐക്യത്തിനും കൂടി ചെയ്യണം. ഇപ്പം നമ്മൾ ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചയും സപ്തശുദ്ധി, നവകം, പഞ്ചമി, തന്ത്രിപൂജ 7:15 തൊട്ട് 9:15 വരെ പ്രഭാതം. പിന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു. ബാത്റൂം, ടോയ്ലറ്റ്, ഓപ്പറേഷൻ വെച്ച് കൊടുക്കും. പൈസ ഇല്ലെങ്കിൽ പൈസ ബുദ്ധിമുട്ടില്ല. ബലരാമൻ അല്ലേ? ബലരാമ നെന്മേനി ബലരാമ ക്ഷേത്രം. ഏട്ടൻ ഇവിടെ അല്ലാണ്ട് ഗുരുവായൂർ നടക്കുന്നതല്ല. നിർമ്മാല്യം മുതൽ പന്തീരടി പൂജയ്ക്ക് എന്തെല്ലാം നിവേദ്യങ്ങളുണ്ട് അതല്ലാണ്ട് ഉച്ച പാൽപ്പായസം എല്ലാം ഉണ്ട് ഗുരുവായൂർ. അതേപോലെ വൈകുന്നേരം അത്താഴ പൂജ കഴിഞ്ഞാൽ അവല് പൊരിച്ചത്, അപ്പം, തിരുമധുരം. ചീട്ടാക്കാത്തവർക്ക് ഭഗവാനെ കാണാൻ വരുന്ന ഭഗവാർക്ക് മുഴുവനുമാണ്. ഇതുവരെ അത് കഷ്ടിയായിട്ട് വന്നില്ല. എത്ര ആൾ വന്നാലും എത്ര എടുത്താലും അതിനുണ്ടാവും പ്രസാദം. അതുകൊണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ടാണ്. വളരെ സന്തോഷം. ഇതാണ് നെന്മേനി ബലരാമ ശ്രീരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങൾ കൊടുക്കാറ് ഇന്റർവ്യൂ